എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഹാവ്ലിംഗ് രാജാവിനെയാണ്. ഹാവ്ലിംഗ് രാജാവിന്റെ സേവകർ അദ്ദേഹത്തിന് ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ്. സംശുവാനെ കുറിച്ചുള്ളതായിരുന്നു ആ സന്ദേശം. ഇതറിഞ്ഞ് നിയാൻ ഓടി വന്ന് ആ സന്ദേശം രാജാവിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത് വായിച്ചു. സംശുവാനും ഷിന്നിയും തമ്മിൽ പ്രണയത്തിലാണ് എന്നായിരുന്നു ആ സന്ദേശത്തിലുണ്ടായിരുന്നത്. അത് വായിച്ച് നിയാൻ തകർന്നുപോയി. ഇത് കണ്ട് രാജാവ് അവളെ ആശ്വസിപ്പിച്ചു. ഒരിക്കലും നിന്നെ അവൻ അവന്റെ ജീവിതത്തിലെ ഒരേ ഒരാളെ സ്വീകരിക്കില്ല. നീ അവനെ മറക്കണം. അച്ഛ, എനിക്കിനി സംശുവാനെ വേണ്ട. അച്ഛൻ എനിക്ക് മറ്റൊരാളെ കണ്ടെത്തി തരണം എന്ന് ഇത് കേട്ട് നിയാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അന്ന് തന്നെ നിയാന് വേണ്ടി പറ്റിയൊരാളെ കണ്ടെത്താനായി രാജാവ് റൂഷോയെ ഏൽപ്പിച്ചു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ റൂഷോ നിയാന് വേണ്ടി പറ്റിയൊരാളെ തിരയാൻ തുടങ്ങി. പക്ഷേ നിയാൻ ആരോടും പ്രത്യേകിച്ചൊരു ഇഷ്ടവും തോന്നുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. അവിടെ ചൈനീസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ തുടങ്ങി. ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി തുഷാൻ വീട്ടിലേക്ക് പോയി. സംശുവാനും ഷ്യാവ്യാവയും ഷിയിയിൽ ഫങ്ലോങ്ങിന്റെ ഷിന്നയുടെയും ഒപ്പമാണ് ന്യൂ ഇയർ ആഘോഷിച്ചത്. ഷാങ്ലു ആവട്ടെ ചിൻഷയിലെ ചെൻറോങ്ങിന്റെ പട്ടാള ക്യാമ്പിലാണുള്ളത്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഷിയാനിലെ സംശുവാന്റെ ചെറിയച്ചന്മാരെ കാണാനായി ഒരു ദിവസം ഒരാളെത്തി. മൂഫെ എന്നാണ് അയാളുടെ പേര്. ഹാവ്ലിങ്ങിൽ ഷ്യാവ്യാവയെ രാജകുമാരിയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ മൂഫയും പങ്കെടുത്തിരുന്നു. അന്ന് അവന് ഷ്യാവ്യാവയെ കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയിരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അവൻ വന്നത്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഷിന്നി ഷ്യാവ്യാവയെയും കൂട്ടി ഒരിടത്തേക്ക് പോയി. നിറയെ പൂക്കൾ വിരിഞ്ഞ് മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പൂന്തോട്ടം. അവിടെ വലിയ കുടുംബങ്ങളിൽ നിന്നുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരെല്ലാവരും ഷിന്നിയുടെ സുഹൃത്തുക്കളാണ്. അവിടെയുള്ളവർ പരസ്പരം ഐസ് എറിഞ്ഞ് കളിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഷ്യാവ്യാവോ ആ മനോഹരമായ പൂന്തോട്ടം ചുറ്റിക്കറങ്ങി കാണാനായി ഇറങ്ങി. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൾക്കെന്തോ പന്തികേട് തോന്നി. അവൾക്ക് ചുറ്റും ആരോ ഒരു ഊർജ്ജവലയം തീർത്തിട്ടുണ്ട്. പെട്ടെന്ന് ചുറ്റുമുള്ള മരങ്ങളിൽ നിന്നും വേരുകൾ വന്ന് അവളെ ചുറ്റി വരിയാൻ തുടങ്ങി. ആ വേരുകൾക്ക് ലോഹത്തിന്റെ മൂർച്ചയുണ്ട്. അതിലൊന്ന് ഷ്യാവ്യാവയുടെ കാലിൽ കുത്തിക്കയറി. പെട്ടെന്ന് ആ വേരുകളെല്ലാം അപ്രത്യക്ഷമായി. നോക്കിയപ്പോൾ 2 ചെന്നായകൾ അവളുടെ നേരെ അടുക്കുന്നു. അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അതിനെയെല്ലാം കുത്തിവീഴ്ത്തി. അവൾക്കപ്പോഴേക്കും വല്ലാതെ മുറിവേറ്റിരുന്നു. ആ സമയത്താണ് അവളുടെ മുന്നിലേക്ക് ഒരാൾ വരുന്നത്. അത് മൂഫെയാണ്. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അവൾ അവനോട് ചോദിച്ചു. എന്തുകൊണ്ട് ചെയ്യുന്നെന്നോ? എന്റെ കുടുംബം മുഴുവൻ ഇല്ലാതായില്ലേ എന്നവൻ പറഞ്ഞു. നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് ചീച്ചനാണ്. എനിക്കതുമായി എന്തു ബന്ധം? ശരിയാണ്, ചീച്ചൻ എന്റെ കുടുംബത്തെ ഇല്ലാതാക്കി. അതിന് പ്രതികാരമായി ഞാൻ അവന്റെ മകളെ ഇല്ലാതാക്കും. എനിക്കിതുമായി ഒരു ബന്ധവുമില്ല. ഞാൻ ഹാവ്ലിംഗ് രാജാവിന്റെ മകളാണ് എന്നവൾ പറഞ്ഞു. എന്നാൽ അവൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നേയില്ല. ഉടനെ 2 കയറുകൾ വന്ന് അവളുടെ കയ്യിൽ ചുറ്റിമുറുക്കി അവളെ വായുവിൽ ഉയർത്തി. എന്നിട്ട് മൂഫെ അവളുടെ നേരെ കത്തികളെറിഞ്ഞു. അത് അവളുടെ ശരീരത്തിൽ തുളച്ചു കയറി പുറത്തേക്ക് വന്നു. ചീച്ചനില്ലാതാക്കിയ ഓരോ കുടുംബങ്ങളുടെയും പേരുകൾ പറഞ്ഞ് അവൻ അവളുടെ നേരെ കത്തികൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. അതെല്ലാം ഷ്യാവ്യാവയുടെ ശരീരത്തിലൂടെ തുളച്ചു കയറി. ഈ സമയത്ത് ഷാങ്ലുവിന്റെ ദേഹത്തും ആ കഠിനമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഷ്യാവ്യാവയുടെ വിഷപ്രാണി അവന്റെ ദേഹത്തുണ്ടല്ലോ. ഷ്യാവ്യാവ് അപകടത്തിലാണ് എന്ന് അവന് മനസ്സിലായി. ഉടനെ അവൻ ഷ്യാവ്യാവയെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഈ സമയം സംശുവാന് വല്ലാതെ ഹൃദയമിടിക്കാൻ തുടങ്ങി. കഴിഞ്ഞ തവണ ഇങ്ങനെ അനുഭവപ്പെട്ടപ്പോഴാണ് അവന് അവന്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടത്. ഉടൻ തന്നെ അവൻ ചെൻറോങ് മലയിൽ നിന്നും ഷിയിലേക്ക് പുറപ്പെട്ടു. ഈ സമയം തുഷാൻജിങ് അവന്റെ മുത്തശ്ശിയുടെ അടുത്താണുള്ളത്. പെട്ടെന്ന് ഷ്യാവ്യാവ അവന് കൊടുത്തിരുന്ന ഒരു സമ്മാനം അവന്റെ കയ്യിൽ നിന്നും താഴെ വീണു. ഷ്യാവ്യാവയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവനും തോന്നി. തുഷാൻജിങ്ങും ഉടനെ ഷ്യാവ്യാവയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും സംശുവൻ ഷ്യാവ്യാവ ഉണ്ടായിരുന്ന തോട്ടത്തിലെത്തി. അവിടെ ഷിന്നിയും മറ്റുള്ളവരും ഷ്യാവ്യാവയെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും ചേർന്ന് ഷ്യാവ്യാവയെ തിരയാൻ തുടങ്ങി. അപ്പോഴേക്കും തുഷാൻജിങ്ങും അവിടെ എത്തി. അവൻ വായുവിനെ നിയന്ത്രിച്ച് ഷ്യാവ്യാവ എവിടെയാണുള്ളതെന്ന് കണ്ടെത്തി. നോക്കിയപ്പോൾ ഷ്യാവ്യാവ് വായുവിൽ തൂങ്ങിക്കിടക്കുകയാണ്. അവളുടെ ശരീരം മുഴുവൻ ആയുധങ്ങൾ തുളഞ്ഞു കയറിയ മുറിവുകളാണ്. ഉടനെ തുഷാൻജിങ് ആ കെട്ടുകളറുത്ത് ഷ്യാവ്യാവയെ താഴെ ഇറക്കി. ഷ്യാവ്യാവ് കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. അവനുടനെ അവന്റെ ആത്മീയ ശക്തി ഉപയോഗിച്ച് ഷ്യാവ്യാവയെ ഉണർത്താൻ ശ്രമിച്ചു. അവൻ എന്തു ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. ഷ്യാവ്യാവ് മരിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് അവർക്ക് ചുറ്റും കാട്ടുതീ പടർന്നു പിടിക്കാൻ തുടങ്ങി. തുഷാൻജിങ് ഷ്യാവ്യാവയെയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഇരുന്നു. ഇതെല്ലാം എന്റെ തെറ്റാണ്. ഞാൻ തുഷാൻജിങ് എന്ന പേര് വേണ്ടെന്ന് വെച്ച് നിന്റെ അടുത്തേക്ക് വരേണ്ടതായിരുന്നു. ഷ്യാവ്യാവ് കണ്ണു തുറന്നു നോക്ക്. ഞാൻ യേശീച്ചയാണ്, നിന്റെ യേശീച്ചി. ഇനിയുള്ള കാലം നമ്മൾ ഒരുമിച്ചായിരിക്കുമെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നതല്ലേ?
അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരുന്നു. അപ്പോഴേക്കും അവരുടെ ശരീരത്തിലും തീ പടർന്നു കയറാൻ തുടങ്ങി. ആ സമയത്താണ് ആ കാട്ടുതീ സങ്ഷുവാന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശ്യാവ്യാവോ അവിടെയാണുള്ളതെന്ന് അവന് മനസ്സിലായി. ഉടനെ അവൻ കാട്ടുതീക്കകത്തേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ ചീഷേ ഷിയാനും ജുന്നിയും അവനെ പിടിച്ചുവെച്ചു. ജുന്നി സങ്ഷുവാനെ ബോധം കെടുത്തിക്കളഞ്ഞു. അല്ലെങ്കിൽ സങ്ഷുവാനും ആ കാട്ടുതീക്കുള്ളിൽപ്പെട്ട് അപകടത്തിലാവും. അത് കഴിഞ്ഞ് ചീഷേ ഷിയാൻ കുറെ സേവകരെയും കൂട്ടി ആ കാട്ടുതീക്കകത്തേക്ക് പോയി. അവിടെ തുഷാൻജിങ് ശ്യാവ്യാവയെയും മുറുകെ പിടിച്ച് ഇരിക്കുന്നുണ്ട്. അവന്റെ ശരീരം മുഴുവൻ തീ കൊണ്ട് പൊള്ളലേറ്റ് കഴിഞ്ഞിരുന്നു. ചീഷേ ഷിയാൻ അവരെ വേർപെടുത്താൻ നോക്കി. പക്ഷേ അവൾക്കതിന് കഴിഞ്ഞില്ല. അത്രയും മുറുകെയാണ് തുഷാൻജിങ് ശ്യാവ്യാവയെ പിടിച്ചിരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് സങ്ഷുവാന് ബോധം വന്നു. അവനെ ചെൻറോങ് മലയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നു. ശ്യാവ്യാവ എവിടെ എന്നവൻ ചോദിച്ചു. ഇത് കേട്ട് സേവകർ അവനെ ശ്യാവ്യാവയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ശ്യാവ്യാവ് മരിച്ചു കഴിഞ്ഞിരുന്നു. സങ്ഷുവാൻ തകർന്നുപോയി. പക്ഷേ അവളെ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഈ ലോകത്തെ എല്ലാ നല്ല വൈദ്യന്മാരെയും ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് സങ്ഷുവാൻ സേവകരോട് പറഞ്ഞു. എന്നിട്ടെല്ലാവരും ചേർന്ന് അവരുടെ ആത്മീയ ശക്തി ഉപയോഗിച്ച് ശ്യാവ്യാവയ്ക്ക് ഒരു സംരക്ഷണ വലയം തീർത്തു. വൈദ്യന്മാരെത്തി ചികിത്സിക്കുന്നത് വരെ അവളുടെ ശരീരം നശിച്ചു പോകാതിരിക്കാനാണത്. ഈ സമയം ഷാങ്ലു ശ്യാവ്യാവയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഹൃദയത്തിൽ കടുത്ത വേദനയുണ്ട്. അപ്പോഴേക്കും ഷിന്നി അവിടെയുണ്ടായിരുന്ന വൈദ്യന്മാരെയെല്ലാം കൊണ്ട് അവിടെ എത്തി. ആ വൈദ്യന്മാർ ശ്യാവ്യാവയെ പരിശോധിച്ചു. പക്ഷേ അവർക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പോഴേക്കും ഷാങ്ലി ചെൻറോങ് മലയിലെത്തി. അവനെ സങ്ഷുവാന്റെ സൈനികർ തടഞ്ഞു. ഇതറിഞ്ഞ് സങ്ഷുവാൻ അവന്റെ അടുത്തേക്ക് വന്നു. നീ എന്തിനാണ് ഇപ്പോഴിങ്ങോട്ട് വന്നത്? എന്നെ കൊല്ലാനാണോ എന്നവൻ ഷാങ്ലുവിനോട് ചോദിച്ചു. ഞാൻ ആരെയും കൊല്ലാൻ വന്നതല്ല. എനിക്ക് ചിങ്ഷി പട്ടണത്തിൽ ഒരു പരിചയക്കാരനുണ്ടായിരുന്നു. അവനെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. ഈ വാർത്ത ഞാൻ പുറത്തുവിട്ടിട്ടില്ലല്ലോ. പിന്നെ നീ എങ്ങനെയാണ് ഇതറിഞ്ഞത്? നീയാണോ ഇതെല്ലാം ചെയ്തത് എന്ന് സങ്ഷുവാൻ അവനോട് ചോദിച്ചു. പണ്ട് ഷുവാന്റെ ശരീരത്തിൽ വെൻ ഷാവ്ലിയു ഒരു വിഷപ്രാണിയെ കയറ്റിവിട്ടിരുന്നു. പിന്നീട് വെൻ ഷാവ്ലിയു ആ വിഷപ്രാണിയെ ഷുവാന്റെ ശരീരത്തിൽ നിന്നും മാറ്റി എന്റെ ശരീരത്തിലിട്ടു. ഇത് കേട്ട് സങ്ഷുവാന് വിശ്വസിക്കാനായില്ല. നീ എന്തിനാണ് അതിന് സമ്മതിച്ചത് എന്ന് സങ്ഷുവാൻ അവനോട് ചോദിച്ചു. അത് എനിക്കും വെൻ ഷാവ്ലിയുവിനും ഇടയിലുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ എന്നെ സമ്മതിക്കണം എന്നവൻ പറഞ്ഞു. എന്തിനാണ് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്? അവളെ ഇവിടെ വെച്ച് തന്നെ ചികിത്സിക്കാൻ കഴിയില്ലേ? ഇല്ല, ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവൾ മരിച്ചു പോകും. ഇത് കേട്ട് സങ്ഷുവാൻ ഷാങ്ലുവിനെ ശ്യാവ്യാവയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഷാങ്ലു അവളെ പരിശോധിച്ചു. എത്ര കാലം കൊണ്ട് ഇവളെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് സങ്ഷുവാൻ അവനോട് ചോദിച്ചു. എനിക്കറിയില്ല. ചിലപ്പോൾ 1-2 വർഷങ്ങൾ, അതല്ലെങ്കിൽ ചിലപ്പോൾ പതിറ്റാണ്ടുകൾ വേണ്ടിവരും. അധികം സമയമില്ല. ഇവളെ പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കിവളെ രക്ഷിക്കാൻ കഴിയില്ല. ശരി, പക്ഷേ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ചെൻറോങ് സൈന്യത്തെ തുടച്ചു നീക്കും. നിന്നെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊലപ്പെടുത്തും എന്ന് സങ്ഷുവാൻ ഭീഷണിപ്പെടുത്തി. ഞാൻ അവളെ ഒന്നും ചെയ്തില്ലെങ്കിലും നീ അതുതന്നെയല്ലേ എന്നോട് ചെയ്യാൻ പോകുന്നത് എന്ന് ഷാങ്ലു തിരിച്ചു ചോദിച്ചു. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഇവളെ രക്ഷിച്ചാൽ നീ പകരം എന്തു തരും? നീ ഇവളെ രക്ഷിച്ചാൽ പകരമായി ഞാൻ എന്തു വേണമെങ്കിലും തരാം എന്ന് സങ്ഷുവാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഷാങ്ലു ശ്യാവ്യാവയെയും എടുത്ത് അവിടുത്തെ ഒരു രഹസ്യ വഴിയിലൂടെ പുറത്തേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് സങ്ഷുവാൻ ഷാങ്ലുവിന്റെ ഒരു മായാരൂപമുണ്ടാക്കി സേവകരോട് ഷാങ്ലുവിനെ മുൻവാതിലിലൂടെ പറഞ്ഞയക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സങ്ഷുവാൻ ശ്യാവ്യാവ കിടന്നിടത്ത് ഒരു മായാരൂപമുണ്ടാക്കി. ഇനി എല്ലാവരും ശ്യാവ്യാവ അവിടെ തന്നെയുണ്ടെന്ന് കരുതും. അവൾ ഷാങ്ലു എന്നൊരു ഭൂതത്തോടൊപ്പം പോയിരിക്കുകയാണെന്ന് ആരും അറിയാതിരിക്കാനാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. കുറച്ചു കഴിഞ്ഞ് ചീഷേ ഷിയാൻ സങ്ഷുവാന്റെ അടുത്ത് വന്നു. അവൾ പറഞ്ഞു, രാജകുമാരിയുടെ ശരീരത്തിൽ മുഴുവൻ മുറിവുകളായിരുന്നു. സാധാരണയായി ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് പ്രതികാരം ചെയ്യാനാണ്. അതുമാത്രമല്ല, അവിടെയുണ്ടായിരുന്ന കാട്ടുതീ പരിശോധിച്ചാൽ അത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തതല്ല എന്ന് വ്യക്തമാണ്. അതാരാണെങ്കിലും കണ്ടുപിടിച്ച് ജീവനോടെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്ന് സങ്ഷുവാൻ അവളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ ചോദിച്ചു, തുഷാൻജിങ്ങിന് ഇപ്പോഴെങ്ങനെയുണ്ട്? തുഷാൻജിങ് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. സങ്ഷുവാൻ ഇതറിഞ്ഞിരുന്നില്ല. അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും നല്ല മരുന്നുകൾ കൊണ്ട് അവനെ ചികിത്സിക്കണം എന്ന് സങ്ഷുവാൻ സേവകയോട് പറഞ്ഞു. എന്നിട്ട് ചീഷേ ഫംഗ്ലോങ്ങിനോട് തുഷാൻ കുടുംബത്തിൽ വിവരം അറിയിക്കാൻ പറഞ്ഞു. തുഷാൻജിങ്ങിന് വല്ലാതെ മുറിവേറ്റിട്ടുള്ളതുകൊണ്ട് ചെൻറോങ് മലയിൽ വെച്ച് തന്നെ അവനെ ചികിത്സിക്കാൻ അവന്റെ കുടുംബം അനുമതി നൽകി. ചീഷേ ഫംഗ്ലോങ് ആ വിവരം സങ്ഷുവാനെ അറിയിച്ചു. ഈ സമയം ഷാങ്ലു ശ്യാവ്യാവയെ കൊണ്ടുപോയ
പോയത് സമുദ്രത്തിനടിത്തട്ടിലേക്കാണ്. ഒരു മുത്തുച്ചിപ്പിക്കുള്ളിലാണ് അവളിപ്പോഴുള്ളത്. അവിടെ വെച്ച് ഷാങ്ലിയു അവന്റെ 9 ജീവനുകളിൽ ഒരു ജീവൻ അവൾക്ക് നൽകി. എന്നിട്ട് ഒരു കഠാരയെടുത്ത് സ്വന്തം ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കി അതിൽ നിന്നുള്ള രക്തം അവൾക്ക് കൊടുത്തു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴേക്കും സങ്ഷുവാന്റെ ആളുകൾ മൂഫയെ പിടിച്ചു. സങ്ഷുവാൻ അവനെ ചോദ്യം ചെയ്തു. പക്ഷേ എത്ര ചോദ്യം ചെയ്തിട്ടും ആരാണ് അവനെ സഹായിച്ചത് എന്ന് അവൻ വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. അവരത് പ്രതീക്ഷിച്ചതായിരുന്നു. അതുകൊണ്ട് ചീഷുഷിയാൻ അവന്റെ ജീവചരിത്രം മുഴുവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരുന്നു. മൂഫയ്ക്ക് ഒരു വേലക്കാരിയുമായി ബന്ധമുണ്ടായിരുന്നു. അതിൽ അവനൊരു മകനുമുണ്ട്. നീ ഇനിയും മിണ്ടാതിരുന്നാൽ നിന്റെ മകനെയും പരലോകത്തേക്ക് അയക്കും എന്ന് സങ്ഷുവാൻ അവനോട് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അവനൊന്നും പറഞ്ഞില്ല. അന്ന് രാത്രി സങ്ഷുവാൻ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവൻ ഷാവ്യാവയെ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. അപ്പോഴവന്റെ സേവകർ അവന്റെ അടുത്തേക്ക് വന്നു. മൂഫയ്ക്ക് അങ്ങയെയും ഫെങ്ലോങ്ങിനെയും കാണണമെന്ന് പറയുന്നു എന്നവരറിയിച്ചു. അതറിഞ്ഞ് സങ്ഷുവാനും ഫെങ്ലോങ്ങും മൂഫയുടെ അടുത്തെത്തി. സങ്ഷുവാൻ മൂഫയോട് പറഞ്ഞു, നിന്നെ ആരാണ് സഹായിച്ചതെന്ന് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നീ എന്തിനാണ് ഷാവ്യാവയെ കൊന്നത്? അതെനിക്കറിയണം. സങ്ഷുവാനോട് നീ സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം എന്ന് ഫെങ്ലോങ്ങും ഉറപ്പുകൊടുത്തു. അത് കേട്ട് മൂഫെ പറഞ്ഞു, എനിക്കവളെ കൊല്ലണമായിരുന്നു. അവൾ ഹാവ്ലിംഗ് രാജാവിന്റെ മകളല്ല, മറിച്ച് ചീച്ചനിന്റെ മകളാണ്. ഞാൻ ആ ദുഷ്ടനെ നേരിൽ കണ്ടിട്ടുണ്ട്. അതേ കണ്ണുകളാണ് ഷാവ്യാവയ്ക്കുമുള്ളത്. ഞാൻ ഷിയാനിലേക്ക് പോയി ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ അവരും ഒന്നും വിട്ടുപറയാൻ തയ്യാറായില്ല. പക്ഷേ അവൾ ചീച്ചനിന്റെ മകൾ തന്നെയാണെന്ന് അവർ ഉരുണ്ട് കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തൊരു സംബന്ധം! അങ്ങനെയാണെങ്കിൽ ഹാവ്ലിംഗ് രാജാവ് എന്തിനാണ് ഷാവ്യാവയെ സ്വീകരിച്ചത്? അതെ, നിനക്കിതെല്ലാം കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ ഹാവ്ലിംഗ് രാജാവിനും ഇതെല്ലാം കണ്ടുപിടിക്കുക വളരെ എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ അവളെ രാജകുമാരിയായി പ്രഖ്യാപിക്കില്ലായിരുന്നല്ലോ എന്ന് ഫെങ്ലോങ്ങും പറഞ്ഞു. ഇല്ല, ഞാൻ ആ കണ്ണുകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തെറ്റിപ്പറ്റിയിട്ടില്ല എന്നവൻ തറപ്പിച്ചു പറഞ്ഞു. അടുത്ത ദിവസമായി സങ്ഷുവാൻ മൂഫയെ പറഞ്ഞത് തന്നെ ആലോചിക്കുകയാണ്. ആ സമയത്ത് ഫെങ്ലോങ് അവന്റെ അടുത്തേക്ക് വന്നു. ഷാവ്യാവയെക്കുറിച്ച് മൂഫയെ പറഞ്ഞതെല്ലാം രഹസ്യമാക്കി വെക്കാമെന്ന് ഫെങ്ലോങ് സങ്ഷുവാന് ഉറപ്പുകൊടുത്തു. ചീച്ചൻ ഏതൊക്കെ കുടുംബങ്ങളെയാണ് തകർത്തിട്ടുള്ളതെന്ന് അന്വേഷിക്കണം. അങ്ങനെ മൂഫയോടൊപ്പം പ്രവർത്തിച്ചത് ആരാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതുമാത്രമല്ല, ഇതിലെല്ലാം ഒരു സ്ത്രീയും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് മാത്രമേ ഷാവ്യാവയെ ഷിന്യയുടെ അടുത്തുനിന്നും കൊണ്ടുപോകാൻ കഴിയൂ എന്ന് സങ്ഷുവാൻ പറഞ്ഞു. ഇന്ന് രാത്രി ഞാനും ഷിന്യയും ചേർന്ന് ഇതാരാണ് ചെയ്തതെന്ന് അന്വേഷിച്ച് നിനക്ക് വിവരം തരാം എന്ന് ഫെങ്ലോങ് അവനോട് പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഷാവ്യാവയുടെ ആത്മാവ് ഉണർന്നു. പക്ഷേ അവളുടെ ശരീരം ഇപ്പോഴും തളർന്നു കിടപ്പാണ്. ഇതെന്താണ്, ഞാൻ മരിച്ചോ എന്നവൾ സ്വയം ചോദിച്ചു. എന്നിട്ടവൾ ആ ചിപ്പിക്ക് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്കതിന് കഴിയുന്നില്ലായിരുന്നു. അന്ന് രാത്രി പറഞ്ഞതുപോലെ തന്നെ ഫെങ്ലോങ് ഷിന്യയും കൂടെ സങ്ഷുവാന്റെ അടുത്തെത്തി. മൂഫെ കുടുംബത്തോട് അടുപ്പമുള്ള ചീച്ചൻ തകർത്ത 4 കുടുംബങ്ങളെ അവർ കണ്ടെത്തി. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരുടെ കുടുംബങ്ങൾ എന്നെ കാണാൻ വന്നിരുന്നു. അവർ എന്റെ സുഹൃത്തുക്കളുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ വെറുതെ വിടുകയാണെങ്കിൽ ഭാവിയിൽ സങ്ഷുവാന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് അവർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് ഷിന്യെ പറഞ്ഞു. സങ്ഷുവാൻ ഇപ്പോൾ ഏറ്റവും ആവശ്യവും വലിയ കുടുംബങ്ങളുടെ പിന്തുണയാണ്. സങ്ഷുവാൻ പറഞ്ഞു, എന്റെ ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത ഒരു പ്രതിജ്ഞയുണ്ട്, എന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന്. ഷാവ്യാവയെ ഉപദ്രവിച്ചവരെ വെറുതെ വിടുകയാണെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന വഞ്ചനയാണ്. എന്തു തന്നെ വന്നാലും നമ്മൾ നമ്മളോട് തന്നെ അത് ചെയ്യരുത്. എന്നിട്ടവൻ ഷിന്യയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഷാവ്യാവയെ കൈവിട്ടാൽ ഒരു ദിവസം ഞാൻ മറ്റാർക്കെങ്കിലും വേണ്ടി നിന്നെയും കൈവിടുമെന്നല്ലേ അതിനർത്ഥം? ഞാനൊരു നല്ല പുരുഷനോ നല്ലൊരു ഭർത്താവോ ആയിരിക്കില്ല. പക്ഷേ എന്തൊക്കെ വന്നാലും ഞാൻ എന്റെ കൂടെയുള്ളവരെ കൈവിടില്ല. നീ, ഷാവ്യാവ്, ജിൻഷുവാൻ ഇവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഞാൻ അവരെ വെറുതെ വിടില്ല. അത് കേട്ട് ഫെങ്ലോങ് പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞാൻ നിന്റെ ഒപ്പം നിൽക്കാം. ഇതെല്ലാം കേട്ട് ഷിന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. സങ്ഷുവാൻ ഇതുവരെ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ സങ്ഷുവാൻ അവളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഷിന്യെ അവിടെ നിന്നും പുറത്തിറങ്ങി. ഷിന്യെ പോയി കഴിഞ്ഞതിനു ശേഷം ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് സങ്ഷുവാനും ഫെങ്ലോങ്ങും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. സങ്ഷുവാൻ പറഞ്ഞു, നിന്റെ അച്ഛനോട് മൂഫയെ എന്റെ മുത്തശ്ശന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറയണം. ഷെൻ, ജാ, ജിൻ കുടുംബങ്ങളെ ഞാൻ നോക്കിക്കോളാം. എല്ലാവരെയും ഞാൻ തന്നെ കൈകാര്യം ചെയ്താൽ ജനങ്ങൾക്ക് സംശയം വരും. ഇവർക്ക് ചീച്ചനുമായുള്ള ബന്ധം അവർ ഊഹിച്ചെടുക്കും. അത് ഷാവ്യാവയ്ക്ക് ദോഷം ചെയ്യും. ഷാവ്യാവ് അനുഭവിച്ചതിന്റെ 100,000 ഇരട്ടി വേദന ഇവരെല്ലാവരും അനുഭവിക്കും. അടുത്ത ദിവസം ഷാവ്യാവെ ഇതിലേക്കെല്ലാം നയിച്ച ജാൻ ഷ്വേലിംഗ് എന്ന പെൺകുട്ടി വധിക്കപ്പെട്ടു. മൂഫയുമായി ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരെയും
അവർ പിടികൂടി. സംശുവാൻ പറഞ്ഞതുപോലെ തന്നെ ദിവസങ്ങളോളം ടോർച്ചർ ചെയ്താണ് അവരെ വധിച്ചത്. ഈ സമയത്ത് ഷ്യാവാവ് തനിച്ചായതിൽ വിഷമിച്ചിരിക്കുകയാണ്. ശുവാൻ ചേട്ടൻ ഇപ്പോൾ എവിടെയായിരിക്കും? എന്നെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും. തുഷാൻജിങ് ഞാൻ മരിച്ച കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമോ ആവോ? ഇതെല്ലാം ആലോചിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഷാങ്ലിയു അവിടേക്ക് വരുന്നത്. അവൾ ഷാങ്ലിയുവിനോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഷാങ്ലിയുവിന് അവളുടെ ആത്മാവിനെ കാണാനോ കേൾക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. ഷാങ്ലിയു ഷ്യാവാവയുടെ അടുത്ത് ചെന്നിരുന്നു. അവന്റെ ഹൃദയത്തിൽ നിന്നുള്ള രക്തം അവൾക്ക് കൊടുക്കാൻ തുടങ്ങി. അതുകണ്ട് ഷ്യാവാവ് പറഞ്ഞു, നിന്റെ ഹൃദയത്തിന് രക്തത്തിന് വിഷാംശമുണ്ട്. അതെന്റെ ശരീരത്തിൽ കയറിയാൽ ഞാൻ മരിച്ചുപോകും. പക്ഷേ ഷ്യാവാവ് പറയുന്നതൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ നോക്കിയപ്പോൾ അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവളുടെ ശരീരത്തിലെ വിഷാംശം മുഴുവൻ അവൻ വലിച്ചെടുത്തു. ഓ, ഇതിനായിരുന്നോ? ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് ഷ്യാവാവയുടെ ആത്മാവ് പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ഷാങ്ലു തളർന്ന് ഷ്യാവാവയുടെ അടുത്ത് തന്നെ കിടന്നു. ഇതേസമയം മൂഫയെ ഷിയാൻ രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ സമയം ഹൗളിംഗ് രാജാവും ഷ്യാവാവയ്ക്ക് നേരെ നടന്ന വധശ്രമത്തെക്കുറിച്ചറിഞ്ഞു. ഷ്യാവാവയെ ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ശരിയല്ലെന്ന് രാജാവിനും അറിയാം. അതുകൊണ്ട് രാജാവ് ഷ്യാവാവയ്ക്ക് വേണ്ട മരുന്നുകൾ അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഇതെല്ലാം നിയാനും ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഷിയാൻ രാജാവ് മൂഫയെ വധശിക്ഷയ്ക്ക് വിധിച്ച കാര്യം റൂഷോ രാജാവിനോട് പറയുന്നത് അവൾ കേട്ടു. റൂഷോ പറഞ്ഞു, പക്ഷേ മൂഫയെ പിന്തുണച്ചുകൊണ്ട് മറ്റു 2 കുടുംബങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നേരിട്ടിടപെടരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഉടനെ നിയാൻ അകത്തേക്ക് വന്നു. അവരെ എന്തു വന്നാലും വെറുതെ വിടരുത് എന്നവൾ പറഞ്ഞു. ഹൗളിംഗ് രാജാവ് പറഞ്ഞു, ആ കുടുംബങ്ങളെ ഹൗളിംഗിൽ നിന്നും പുറത്താക്കണം. മാത്രമല്ല, നീ സംശുവാനോട് ചെന്ന് പറയണം, ആ കുടുംബങ്ങളെ സമതല പ്രദേശങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കരുതെന്ന്. അവൻ ശരിയെന്ന് പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. സംശുവാൻ ചെൻറോങ് മലയിൽ ഫീനിക്സ് മരങ്ങൾ നടുകയാണ്. ഷ്യാവാവയ്ക്ക് ഷിയാനിലെ ഫീനിക്സ് മരത്തിൽ ഊഞ്ഞാലെ കെട്ടി ആടുന്നത് ഇഷ്ടമായിരുന്നു. അവൾ വരുമ്പോഴേക്കും ഇവിടെയെല്ലാം ഫീനിക്സ് മരങ്ങൾ നടണം. ഇവിടെയെല്ലാം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ അവൾക്ക് സന്തോഷമാവും. ഞാനിവിടെ അവൾക്കായി ഒരു ഊഞ്ഞാലെ കെട്ടും. ഈ സമയം ജുന്നി സംശുവാന്റെ അടുത്തേക്കെത്തി. ജുന്നി ഷ്യാവാവയ്ക്കുള്ള മരുന്നുകൾ കൊടുക്കാനായി ഷാങ്ലിയുവിന്റെ അടുത്തേക്ക് പോയതാണ്. ഷാങ്ലിയു ജുന്നിയുടെ കയ്യിൽ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. ഷ്യാവാവ് ഇപ്പോഴും ഉണർന്നിട്ടില്ല. പക്ഷേ അവൾ അപകടനില തരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രി ആരും കാണാതെ സംശുവാന്റെ മുറിയിലേക്ക് ഒരാൾ വന്നു. അത് യൂജിയാങ് ആണ്. ഇതിനു മുമ്പും അവൻ സംശുവാനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. സംശുവാൻ അവനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവന്റെ മായാരൂപമാണ് ആ മുറിയിലുണ്ടായിരുന്നത്. യൂജിയാങ്ങിനെ അവർ ബന്ധിച്ചു. അവനെ അവർ അവിടുത്തെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. സംശുവാൻ യൂജിയാങ്ങിന്റെ ചേട്ടനെ വധിച്ചിട്ടുണ്ട്. അവന്റെ ചേട്ടൻ വളരെ നല്ലവനായിരുന്നു എന്നാണ് യൂജിയാങ് കരുതുന്നത്. അതുകൊണ്ടാണ് അവൻ സംശുവാനോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നത്. സംശുവാൻ യൂജിയാങ്ങിന്റെ കയ്യിൽ അവന്റെ ചേട്ടൻ എഴുതിയ ഒരു പുസ്തകം കൊടുത്തു. അതിൽ ആളുകളെ ശാരീരികമായി ടോർച്ചർ ചെയ്യാനുള്ള വിവിധ രീതികളെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അത് വായിച്ചപ്പോൾ യൂജിയാങ്ങിന് തന്നെ ഓക്കാനം വന്നു. അവന്റെ ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് അവൻ കരുതിയിരുന്നില്ല. സംശുവാൻ പറഞ്ഞു, നിന്റെ ചേട്ടനെ കൊന്നതിൽ എനിക്കൊരു പശ്ചാത്താപവുമില്ല. കാരണം എത്രയോ നിരപരാധികളെയാണ് അവൻ കൊന്നൊടുക്കിയത്. അവനത് അർഹിക്കുന്നുണ്ട്. ഇനിയും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ വധശ്രമങ്ങളുമായി മുന്നോട്ടു പോകാം. കാലങ്ങൾ കടന്നുപോയി. ഷാങ്ലിയു ഇപ്പോഴും എന്നും അവന്റെ ഹൃദയത്തിലെ രക്തം ഷ്യാവാവയ്ക്ക് കൊടുക്കും. കുറച്ചായി അവൾ അവളുടെ ശക്തി വീണ്ടെടുക്കാൻ തുടങ്ങി. അവൾക്കാണെങ്കിൽ സംസാരിക്കാനാരുമില്ലാതെ ബോറടിയാണ്. അവൾ ആകെ കാണുന്നത് ഷാങ്ലിയുവിനെയാണ്. എന്നാലും അവൻ വന്ന് അവളോട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അവൾക്ക് ഒറ്റയ്ക്കാവുന്നത് പേടിയാണെന്ന് അവനറിയാം. അവൾക്കെപ്പോഴും ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കണം. ഒരു ദിവസം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ കടലിൽ ഒരു വലിയ ചുഴി രൂപപ്പെട്ടു. അവൻ ഷ്യാവാവോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാനുണ്ട് നിന്റെ ഒപ്പം. ഞാനൊരു കാലത്ത് ഒരു അടിമയായിരുന്നു. യജമാനന്മാർക്കായി മറ്റുള്ള അടിമകളുമായി മല്ലയുദ്ധം ചെയ്യുന്നവനായിരുന്നു ഞാനും. അവസാനം ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ എന്റെ ശരീരത്തിൽ മുഴുവൻ മുറിവുകളായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു വരുന്നതിനിടയിൽ ഞാനും ഇങ്ങനെ ഒരു ചുഴിയിൽപ്പെട്ടു. എന്റെ വളർത്തച്ഛനാണ് എന്നെ രക്ഷിച്ചത്. എന്റെ വളർത്തച്ഛൻ ചെൻറോങ് രാജ്യത്തിന്റെ പടത്തലവനായിരുന്നു. അദ്ദേഹം എന്നെ രക്ഷിച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കത്തികൊണ്ട് കുത്തി. എന്നാൽ അദ്ദേഹം അതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹം എന്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി. എന്നെ ചികിത്സക്കായി ചെൻറോങ് മലയിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു അദ്ദേഹം കരുതിയത്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. ഞാൻ അവിടെ നിന്നും ഓടിപ്പോയി. ഓടി ഞാൻ അവസാനം എത്തിയത് വടക്ക് ദേശത്തെ മഞ്ഞുമലകളിലാണ്. ഒരു 100 വർഷങ്ങൾ ഞാൻ അവിടെയാണ് ഒളിച്ചു താമസിച്ചത്. അവിടുന്നാണ് ഞാൻ മഞ്ഞുകൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചത്. ഞാൻ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് ഒരു രസത്തിനാണെന്നാണ് ആളുകൾ കരുതുന്നത്. പക്ഷേ അത് മഞ്ഞുമലകളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെയിരിക്കാൻ ഞാൻ സ്വീകരിച്ച ഒരു മാർഗമായിരുന്നു.
മഞ്ഞുമലകളിൽ വെള്ളവസ്ത്രം ഉപയോഗിച്ചാലാണ് ഒളിക്കാൻ ഏറ്റവും എളുപ്പം. പിന്നെ നടന്ന കഥ ഷാവ്യാവയ്ക്കറിയാമായിരുന്നു. അവൾ പറഞ്ഞു തുടങ്ങി. ചെൻറോങ് ഷിയാനുമായുള്ള യുദ്ധത്തിൽ തോറ്റതിനു ശേഷം ചെൻറോങ്ങിന്റെ പടത്തലവൻ ഹോങ് ജിയാൻ അപമാനഭാരത്തിൽ മുങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും എല്ലാം ഉപേക്ഷിച്ചു. പക്ഷേ 9 തലകളുള്ള ഒരു ഭൂതം അദ്ദേഹത്തിന്റെ അടുത്തെത്തി. ആ ഭൂതം അദ്ദേഹം അവന് ചെയ്ത സഹായങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തു. അങ്ങനെയാണ് ചിങ്ഷയിലേക്ക് ഓടിപ്പോയ ചെൻറോങ് പട്ടാളക്കാരെ ഷാങ്ലി സഹായിക്കാൻ തുടങ്ങിയത്. അവൾ പറഞ്ഞു, നീ ചെൻറോങ് സൈന്യത്തിന്റെ ഭാഗമാവണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നിനക്കിപ്പോൾ ഷുവാൻ ചേട്ടനോട് ശത്രുത. അത് പറയുമ്പോൾ അവളുടെ നെറ്റി ചുളിയുന്നുണ്ട്. ഷാങ്ലി അത് കണ്ടു. നീ എന്തിനാ നെറ്റി ചുളിക്കുന്നത്? നിനക്കെന്തെങ്കിലും സങ്കടമുണ്ടോ? ഞാൻ നിനക്ക് ഒരു സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ അവിടെ മഞ്ഞ് പെയ്യിക്കാൻ തുടങ്ങി. അങ്ങനെ 37 വർഷങ്ങൾ കടന്നുപോയി. സംശുവാൻ നട്ട ഫീനിക്സ് മരങ്ങളെല്ലാം വളർന്ന് അതിൽ നിറയെ പൂ വിരിയാൻ തുടങ്ങി. ഈ സമയമായപ്പോഴേക്കും സംശുവാന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നിരുന്നു. അവർക്ക് വേണ്ട പണമെല്ലാം കൊടുത്തിരുന്നത് തുഷാൻജിങ് ആണ്. എന്നാൽ അന്ന് തുഷാൻജിങ്ങിന് ഷാവ്യാവയോടൊപ്പം പൊള്ളലേറ്റതിനു ശേഷം അവൻ ഉണർന്നിട്ടില്ല. ഇപ്പോൾ തുഷാൻ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത് തുഷാൻ ഹാവ് ആണ്. തുഷാൻ ഹാവ് അവർക്കനുകൂലമായി ഒന്നും ചെയ്യില്ല. ഈ സമയം തുഷാൻ ജിങ് ഓരോ നിമിഷവും മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനെ ചികിത്സിക്കുന്ന വൈദ്യന്മാർക്കെല്ലാം പ്രതീക്ഷ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചു ദിവസങ്ങൾ മാത്രമേ തുഷാൻ ജിങ് ജീവിച്ചിരിക്കൂ എന്ന് വൈദ്യന്മാർ സംശുവാനോട് പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഷാങ്ലു സംശുവാനെ കാണാനെത്തി. ഷാവ്യാവ എവിടെ എന്ന് അവനെ കണ്ട് സംശുവാൻ അവനോട് ചോദിച്ചു. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അംഗീകരിക്കുകയാണെങ്കിൽ ഷാവ്യാവ തിരിച്ചുവരും എന്നവൻ പറഞ്ഞു. നിനക്ക് എന്താണ് വേണ്ടത് എന്ന് സംശുവാൻ ചോദിച്ചു. ചെൻറോങ്ങിന്റെ പടത്തലവൻ ഹോങ് ജിയാങ്ങിനെ പിന്തുടർന്ന എല്ലാ സൈനികർക്കും അവരുടെ മാതൃരാജ്യം നഷ്ടപ്പെട്ടു. അവർ യുദ്ധത്തിൽ മരിച്ചാലും അവർക്കൊരിക്കലും അവരുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചുവരാൻ കഴിയില്ല. നീ രാജാവായി കഴിഞ്ഞാൽ ചെൻറോങ് മലകളിലെ ഒരു മല ഇവർക്കായി വിട്ടുകൊടുക്കണം. അവിടെ മറ്റാർക്കും പ്രവേശനമുണ്ടാകരുത്. ചെൻറോങ്ങിന്റെ സൈനികരുടെ ഭൗതിക ശരീരം എനിക്കവിടെ അടക്കണം. അപ്പോൾ ഞാൻ രാജാവായില്ലെങ്കിലോ? അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് നീ ഒരിക്കലും ഷാവ്യാവയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് സംശുവാൻ പറഞ്ഞു. ശരി എന്ന് ഷാങ്ലി സമ്മതിച്ചു. ഷാങ്ലുവിന് ഷാവ്യാവയെ ഇഷ്ടമാണ്. പക്ഷേ ചെൻറോങ് സൈന്യമാണ് അവൻ എപ്പോഴും മുൻതൂക്കം. ഇതേസമയം ഷാവ്യാവ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി അവൾ ഇവിടെ കഴിയുന്നു. സംശുവാൻ പലപ്പോഴും അവൾക്ക് വേണ്ട മരുന്നുകളും മറ്റു സാധനങ്ങളും കൊടുത്തയക്കും. പക്ഷേ തുഷാൻജിങ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോ തുഷാൻജിങ് ഈയിങ്ങിനെ വിവാഹം കഴിച്ച് കുട്ടികളുമൊക്കെയായി കഴിയുകയായിരിക്കും. അപ്പോഴേക്കും ഷാങ്ലി തിരിച്ചു വന്നു. അവന്റെ മുഖത്ത് ഒരു വിഷാദഭാവമാണുള്ളത്. അവൻ ചോദിച്ചു, ഞാൻ നിന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോട്ടെ? അവൻ ആ ചിപ്പി സമുദ്രത്തിനടിയിൽ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി. ദാ ആ ആമയെ കണ്ടോ? ചിങ്ഷയിലെ നിന്റെ കട്ടിലിനേക്കാൾ വലുതാണത്. ഷാവ്യാവ് അതിനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ അതിന്റെ പുറന്തോടുകൊണ്ട് ഒരു കട്ടിലുണ്ടാക്കിത്തരാം. ആ എനിക്കിഷ്ടമാണ് എന്ന് ഷാവ്യാവ് പറഞ്ഞു. ആ മത്സ്യഭൂതത്തെ കണ്ടോ? അതിന്റെ കേന്ദ്രത്തിന് നല്ല ശക്തിയാണ്. നിനക്ക് തുഷാൻജിങ് തന്നതിനേക്കാൾ ശക്തിയുള്ളത്. പക്ഷേ ഭാവിയിൽ സമുദ്രത്തിനടിയിൽ ശ്വസിക്കാൻ നിനക്കതിന്റെ ആവശ്യം വരില്ല. അതെന്താ എന്നവൾ ചോദിച്ചു. പക്ഷേ ഷാങ്ലുവിന് അവളെ കേൾക്കാൻ കഴിയില്ലല്ലോ. ആ സമയത്ത് അവരൊരു പാട്ട് കേട്ടു. അവൻ പറഞ്ഞു, അത് മത്സ്യകന്യകമാരുടെ പാട്ടാണ്. ആ പാട്ട് മനുഷ്യർക്കും ദേവന്മാർക്കും കേൾക്കാൻ കഴിയില്ല. ഒരു പക്ഷേ നീ ഉണർന്നാൽ നിനക്കത് കേൾക്കാൻ കഴിയുമായിരിക്കും. ആ എനിക്കത് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നവൾ ചോദിച്ചു. അത് കഴിഞ്ഞ് അവൻ അവളോട് പറഞ്ഞു, നിനക്ക് യേശിച്ചിയെ ഓർമ്മയുണ്ടോ? നീ ഇങ്ങനെ ആയതിനു ശേഷം അവനും അബോധാവസ്ഥയിലാണുള്ളത്. അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാവ്യാവോ, തുഷാൻജിങ് മരിച്ചാൽ നീ എന്നെ വെറുക്കാൻ തുടങ്ങും. അതുകൊണ്ട് അവൻ മരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതെന്താ ഞാൻ നിന്നെ വെറുക്കുമെന്ന് പറയുന്നത് എന്നവൾ ചോദിച്ചു. അവൻ അതും കേട്ടില്ല. കുറച്ചു കഴിഞ്ഞ് ഷാവ്യാവയുടെ മുത്തുച്ചിപ്പി കടലിന് മുകളിൽ പൊങ്ങി വന്നു. ഷാവ്യാവ് ഉണർന്നു. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അവൾ ചുറ്റും നോക്കി. ഷാങ്ലുവിനെ അവിടെ എവിടെയും കാണാനില്ല. അപ്പോഴേക്കും ഷാങ്ലുവിന്റെ പക്ഷി അവിടെ വന്നു. അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാനാണ് അത് വന്നത്. അതറിഞ്ഞ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവിടെ വീണു. ഷാങ്ലുവിന്റെ പക്ഷി ഷാവ്യാവയെ അവിടെ നിന്ന് കൊണ്ടുപോയി. ദൂരെ മാറി നിന്ന് ഷാങ്ലു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഷാവ്യാവ് പോയി കഴിഞ്ഞതിനു ശേഷം അവളുടെ കണ്ണുനീർ തുള്ളികൾ അവനെടുത്ത് സൂക്ഷിച്ചു വെച്ചു. കുറച്ചു കഴിഞ്ഞ് സംശുവാൻ ഒരു സന്ദേശം കിട്ടി. ഷാങ്ലുവിന്റെ സന്ദേശമാണത്. ഷാവ്യാവ് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തും എന്നാണ് അതിലുണ്ടായിരുന്നത്. സംശുവാൻ എത്രയോ വർഷങ്ങളായി കാത്തിരുന്ന സന്ദേശമായിരുന്നു അത്. അവൻ ഉടനെ അവളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പക്ഷേ ഷാവ്യാവ് നേരെ പോയത് ചെൻറോങ് മാളികയിലേക്കാണ്. ഷാവ്യാവ് എത്തിയ വിവരമറിഞ്ഞ് ഷിന്യെ അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. ഷാവ്യാവ് പറഞ്ഞു, ഞാൻ ആദ്യം എന്റെ ചേട്ടനെ
കാണാൻ പോകണമെന്നാണ് കരുതിയത്. പക്ഷേ തുഷാൻജിങ് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് അവനെ ഒന്ന് കാണണം. നീ ശരിയായ ആളുടെ അടുത്ത് തന്നെയാണ് വന്നത്. തുഷാൻ വീട്ടിലല്ല, ഇവിടെയാണുള്ളത് എന്നവൾ പറഞ്ഞു. ആ സമയത്ത് തുഷാൻജിങ് അവസാന ശ്വാസം വലിച്ചു. അവന്റെ ജീവൻ നിലച്ചു. ഇത് കണ്ട് അവന്റെ സേവകർ വാവിട്ട് കരയാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടാണ് ഷ്യാവ്യാവ അവിടെ എത്തുന്നത്. ഇത് കണ്ട് ഷിന്നി എല്ലാവരോടും ഈ വിവരം പറയാനായി അവിടെ നിന്നും പോയി. ഉടനെ ജിങ്ങി വന്ന് ഷ്യാവ്യാവയുടെ കാൽക്കൽ വീണു. രാജകുമാരി, അദ്ദേഹത്തെ രക്ഷിക്കണം. രാജകുമാരി മരിച്ചുവെന്ന് കരുതിയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തത്. അന്നത്തെ കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെടാൻ മാത്രം ആത്മീയശക്തി അദ്ദേഹത്തിനുണ്ട്. രാജകുമാരി മരിച്ചുവെന്ന് കരുതിയാണ് അന്ന് അദ്ദേഹം അവിടെ മരണത്തിനായി കാത്തിരുന്നത്. അത് കേട്ട് ഷ്യാവ്യാവ അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചുനേരം പുറത്തു നിൽക്കൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരിയെന്ന് പറഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി. എന്നിട്ട് ഷ്യാവ്യാവോ അവളുടെ ഹെയർപിൻ കൊണ്ട് കയ്യിലൊരു മുറിവുണ്ടാക്കി. തുഷാൻജിങ്ങിന്റെ മരുന്നിൽ അതിൽ നിന്നുള്ള രക്തം ഇറ്റിച്ചു. ആ മരുന്ന് അവൾ തുഷാൻജിങ്ങിന് കൊടുത്തു. എന്നിട്ട് അവൾ അവനെ ചുംബിച്ചു. പെട്ടെന്ന് തുഷാൻജിങ്ങിന്റെ ഹൃദയം വീണ്ടും ഇടിക്കാൻ തുടങ്ങി. അവന് ജീവൻ തിരിച്ചു കിട്ടി. എന്നാൽ അവൻ ഇപ്പോഴും ഉണർന്നിട്ടില്ല. ഈ സമയം സംശുവാനും അവിടെ എത്തി. ഷ്യാവ്യാവോ ചെൻറോങ് മാളികയിലേക്കാണ് വന്നതെന്ന് അറിഞ്ഞാണ് അവൻ അവിടെ എത്തിയത്. അവളെ കണ്ടതിന് ശേഷമാണ് അവന് ശ്വാസം നേരെ വീണത്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഷ്യാവ്യാവോ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവളുടെ തലയിൽ തലോടി. ലോസ്റ്റ് യു ഫോർ എവറിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.